ഹായ് നമസ്കാരം. മൈൻഡ് സോൺ PSCയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രവീൺ ഉണ്ണി. ഈ വീഡിയോയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളെക്കുറിച്ചാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുമല്ലോ. നേരെ വീഡിയോയിലേക്ക്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ അണക്കെട്ട് ഉത്തരം ഗ്രാൻഡ് അണക്കെട്ട്. ഗ്രാൻഡ് അണക്കെട്ടാണ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ അണക്കെട്ട്. ഗ്രാൻഡ് അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം കാവേരി നദി. തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് ഗ്രാൻഡ് അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഗ്രാൻഡ് അണക്കെട്ടിന്റെ ആദ്യകാല പേരെന്ത്? ഉത്തരം കല്ലണൈ. കല്ലണൈ എന്നാണ് ഗ്രാൻഡ് അണക്കെട്ടിന്റെ ആദ്യകാല പേര്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്? ഉത്തരം ഹിരാക്കുഡ്. ഹിരാക്കുഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി? ഉത്തരം മഹാനദി. മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം സാമ്പൽപൂർ. ഒഡീഷയിലെ സാമ്പൽപൂർ ജില്ലയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്? ഉത്തരം തെഹരി അണക്കെട്ട്. തെഹരി അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി? ഉത്തരം ഭഗീരഥി. ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലാണ് തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ നർമ്മദാ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ്? ഉത്തരം സർദാർ സരോവർ. സർദാർ സരോവർ അണക്കെട്ടാണ് ഗുജറാത്തിലെ നർമ്മദാ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട്. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ്? ഉത്തരം ഭക്രാനങ്കൽ. ഭക്രാനങ്കൽ അണക്കെട്ടാണ് ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട്. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി? ഉത്തരം സത്ലജ്. സത്ലജ് നദിയിലാണ് ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ചലം നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട്? ഉത്തരം ഉറി. ഉറി അണക്കെട്ടാണ് ചലം നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട്. ഉറി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ബാരാമുള്ള. ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലാണ് ഉറി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട്? ഉത്തരം ഉറി. ഉറി അണക്കെട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട്. കൃഷ്ണ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ്? ഉത്തരം നാഗാർജുന സാഗർ. നാഗാർജുന സാഗർ അണക്കെട്ടാണ് കൃഷ്ണ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട്. അലമാട്ടി ഡാം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി? ഉത്തരം കൃഷ്ണ നദി. കൃഷ്ണ നദിയിലാണ് അലമാട്ടി ഡാം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ്? ഉത്തരം ദാമോദർ നദീതട പദ്ധതി. ദാമോദർ നദീതട പദ്ധതിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ്? ഉത്തരം ബഗ്ലിഹാർ. ബഗ്ലിഹാർ അണക്കെട്ടാണ് ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട്. ഗുജറാത്തിലെ താപ്തി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ്? ഉത്തരം ഉഗായ്. ഉഗായ് അണക്കെട്ടാണ് ഗുജറാത്തിലെ താപ്തി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട്. ഹിമാചൽ പ്രദേശിലെ ബിയാസ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ്? ഉത്തരം പോങ് അണക്കെട്ട്. പോങ് അണക്കെട്ടാണ് ഹിമാചൽ പ്രദേശിലെ ബിയാസ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട്. ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കുന്നതിനായി 1986 നിർമ്മിച്ച അണക്കെട്ട് ഏത്? ഉത്തരം ഫറാക്ക. പശ്ചിമ ബംഗാളിലെ ഫറാക്ക അണക്കെട്ടാണ് ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കുന്നതിനായി 1986 നിർമ്മിച്ച അണക്കെട്ട്. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ഉത്തരം ശിവസമുദ്രം. ശിവസമുദ്രമാണ് ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. അണക്കെട്ടുകളെ ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതാർ? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് അണക്കെട്ടുകളെ ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്.